ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപമാണ്. ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചവരെയാണ് നമ്മൾ ഒന്നാം ദിവസം കണ്ടത്. ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിലൂടെ കഥയുടെ തോണിയിൽ തുഴഞ്ഞ് ഞാനിവിടെ എത്തിയപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈ തോണിയിൽ കയറുന്നു. നമ്മൾ തുടങ്ങി. ജന്മാദ്യസ്യ യഥോന്വയാദി തരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോ വാരികൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായ ആ സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചു. അങ്ങനെ തന്നെയാണ് നൈമിശാരണ്യത്തിലെ സൂതശൗനകാദികൾ ഭാഗവതത്തെ ആശ്രയിച്ചത്. ശൗനകാദികൾ ചോദിച്ച ചോദ്യം ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, ധർമ്മക്കം ശരണം ഗത. ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ഈ കലികാലത്തിൽ. അതിന്റെ ഉത്തരമാണ് ഭാഗവതം. ഈ കലികാലത്തിൽ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തെ ശരണം പ്രാപിച്ചിരുന്നു. ഭാഗവതം വേണ്ടതുപോലെ ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഭാഗവതം പഠിക്കലല്ല, ഭാഗവതം പാരായണം ചെയ്യാൻ പരിശീലിക്കലോ പ്രഭാഷണം ചെയ്യാൻ പരിശീലിക്കലോ ഇതൊന്നുമല്ല. ഭാഗവതം ശ്രവിക്കുക, കേൾക്കുന്ന സമയത്ത് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാൻ നമുക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹം. ഈ ഭാഗവത ശ്രവണത്തിലൂടെ നാം പോലും അറിയാതെ നാം ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും ധർമ്മനിഷ്ഠമായി. അതാണല്ലോ നാരദ മഹർഷി വ്യാസനോട് പറഞ്ഞത്. അങ്ങ് പുരാണങ്ങളൊക്കെ എഴുതി ധർമ്മത്തെക്കുറിച്ച് പലവിധം അഭിപ്രായങ്ങൾ പലരും പറയുന്ന സംവാദങ്ങൾ ഇതിഹാസത്തിലും പുരാണങ്ങളിലുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഈ സംവാദങ്ങളൊക്കെ കേട്ട് അതിൽ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ധർമ്മത്തിന്റെ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതം ധർമ്മനിഷ്ഠമാക്കി നയിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തെ ധർമ്മനിഷ്ഠമാക്കി തീർക്കത്തക്ക വിധം ഭക്തി അധിഷ്ഠിതമായി ധർമ്മസ്വരൂപമായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ, ആശ്രയിക്കാൻ തോന്നും വിധം ആ കഥകൾ വിസ്തരിച്ച് പറയുന്നു എന്നാണ്. വ്യാസനാരദ സംവാദം. ശമ്യാപ്രാശത്തിലേക്ക് നാരദ മഹർഷി വന്ന് വ്യാസനെ പ്രേരിപ്പിച്ചു. വ്യാസൻ അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ സ്വീകരിച്ചു. അപ്പൊ ഭാഗവതത്തെ വ്യാസനും ആശ്രയിച്ചു, നാരദ മഹർഷിയും ആശ്രയിച്ചു. ധർമ്മക്കം ശരണം ഗത. അതിന്റെ ഉത്തരം ആരെ ശരണം പ്രാപിച്ചു? പിന്നെ ഭാഗവതത്തെ ശരണം പ്രാപിച്ചവരായിരിക്കുന്ന കുന്തിദേവിയെ കണ്ടു, ഉത്തരയെ കണ്ടു. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തിൽ ദുഷ്ടനായിരിക്കുന്ന അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിന്റെ താപത്താൽ വംശം തന്നെ അന്യം നിന്നു പോകുമെന്ന് ഘട്ടമെത്തിയപ്പോൾ ആ ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് സന്താനഗോപാലമൂർത്തിയായി ഭഗവാൻ പാണ്ഡവ വംശത്തെ പരിരക്ഷിച്ചു. അങ്ങനെ ഈ ഭാഗവതം ലോകത്ത് ഒഴുകി നിറയാൻ കാരണമായിരിക്കുന്ന ശ്രോതാവിന്റെ ജന്മത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. പരീക്ഷത്തിന്റെ ജന്മം. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് വിഷ്ണുരാധനായി. കുന്തിദേവിയുടെ സ്തുതി നമ്മൾ കേട്ടു. കുന്തിദേവിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിന് രൂപമുണ്ട്, നാമമുണ്ട്. നമുക്കും ആ കുന്തി സ്തുതിയിലൂടെ ബ്രഹ്മത്തിന്റെ പേരും ബ്രഹ്മത്തിന്റെ രൂപവും ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ബ്രഹ്മമാനിയ ലീലകളാണ് തുടർന്ന് കാണിച്ചത്. എന്താ ബ്രഹ്മത്തിന്റെ പേര്? കൃഷ്ണായ വാസുദേവായ
ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമഃ പങ്കജനേത്രായ നമഃ പങ്കജമാലിനേ. ആ താമരപ്പൂ പോലെ മനോഹരമായ നയനങ്ങളോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ നമ്മളെ പഠിപ്പിച്ചു ഈ സ്തുതി. യുദ്ധഭൂമിയുടെ മധ്യത്തിൽ 10-ാം ദിവസം വീണതായ ഭീഷ്മരും ശരശയിൽ കിടന്നുകൊണ്ട് പാണ്ഡവർക്ക് ഉപദേശം കൊടുക്കുന്ന രീതിയിൽ ലോകത്തിന് മുഴുവൻ മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ വർണ്ണിച്ച് അവസാന രംഗത്തിൽ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഭീഷ്മര് ഭഗവാനിലേക്ക് വിലയം പ്രാപിച്ച രംഗമാണ് ഭാഗവതം പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഏത് യാത്രയിലും പാർത്ഥസാരഥിയെ സ്മരിക്കണം എന്ന് നമ്മൾ അന്ന് പഠിച്ചു 1-ാം ദിവസം അല്ലേ? ഓർമ്മയുണ്ടോ? ഈ തോണി ഞാൻ തുഴഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് പറ്റാവുന്ന വിധം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ടിരുന്നു. പിന്നീട് നാം കണ്ടത് യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കാൻ തയ്യാറെടുക്കുന്നു. പരീക്ഷിത്തിനെ പിന്നീട് യുവരാജാവാക്കി. കാരണം അർജുനനിൽ നിന്ന് പാണ്ഡവരുടെ ആശ്രയസ്വരൂപമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമന പ്രകരണം അർജുന യുധിഷ്ഠിര സംവാദ രൂപത്തിലാണ് വർണ്ണിച്ചത്. അതോടുകൂടി പരമവിരക്തനായ യുധിഷ്ഠിരൻ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നാലെ അനുജന്മാരും പോയി പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം വർണ്ണിച്ചു. ഭർത്താക്കന്മാരുടെ പിന്നാലെ ദ്രൗപദിയും യാത്രയായി. പിന്നെ പരീക്ഷിത്ത് രാജ്യം ഭരിക്കുന്നതാണ് കണ്ടത്. എങ്ങും ശ്രീകൃഷ്ണ കഥകൾ, ശ്രീകൃഷ്ണ സ്മൃതി ഹൃദയത്തിൽ നിറയ്ക്കുന്ന തരത്തിൽ എല്ലായിടത്തും ആ കൃഷ്ണഭക്തി സംസ്കാരം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് ദുഷ്ടനായ കലിയെ കണ്ടത്. കലിയെ പരീക്ഷിത്ത് നിഗ്രഹിച്ചത്, കലി ഇരിക്കാൻ ഇടം ചോദിച്ചത്, ദ്യൂതം പാനം സ്ത്രീയസൂന 4 ഇടങ്ങൾ കൂടാതെ ജാതരൂപമത സ്വർണം ആഭരണമായിരിക്കുമ്പോൾ മഹാലക്ഷ്മിയും സ്വർണം വ്യവഹാര രൂപത്തിലായിരിക്കുമ്പോൾ അത് കലിയുടെ സ്ഥാനവുമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. കലികാലം, കലി എല്ലായിടത്തും നിറയുന്നു എന്ന് പറഞ്ഞാൽ കലി ഇരിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ കലികാലത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രചരിക്കുന്നു. ആളുകൾക്കിടയിൽ അത് ആസ്വാദന മാർഗമാകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. അത് സത്യം തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കി. ആ കലി പരീക്ഷത്തിനെ ബാധിച്ചു. കാട്ടിൽ ചെന്ന് ഒരു ചത്ത പാപ്പിനെ മഹർഷിയുടെ കഴുത്തിലിട്ട് ബ്രഹ്മശാപമേറ്റു. 7-ാം ദിവസം തക്ഷകൻ ദംശിച്ച് മരിക്കുമെന്ന ശാപമേറ്റ പരീക്ഷിത്ത് ആരെ ശരണം പ്രാപിച്ചു? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു പോകേണ്ട തന്നെ ഏതൊരു പരമാത്മാവാണോ പരിരക്ഷിച്ചത്, ആ പരമാത്മാവിൽ തന്നെ ലയിച്ച് ദേഹം ഉപേക്ഷിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത പരീക്ഷത്തിനെ നമ്മളവിടെ കണ്ടു. തുടർന്ന് കണ്ടത് ആ പരീക്ഷത്തിന്റെ പ്രായോപവേശശാലയിലേക്ക് വന്നു ചേർന്ന ശ്രീ ശുഖബ്രഹ്മർഷി. പരീക്ഷിത്ത് ചോദിച്ച ചോദ്യം, മരിക്കാൻ പോകുന്നവൻ എന്ത് കേൾക്കണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എന്തിൽ നിന്നൊക്കെ പിന്തിരിയണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ശ്രീശുഖൻ അതിനുത്തരമായി ശ്രീമദ് ഭാഗവതത്തിന്റെ സ്വരൂപം പറഞ്ഞു കൊടുക്കുന്നു. ഖട്വാങ്കന്റെ കഥ സൂചിപ്പിച്ചുകൊണ്ട് പരീക്ഷത്തിന് 7 ദിവസമുണ്ടല്ലോ, ധാരാളമാണ്. ഒരു നിമിഷം കൊണ്ട് മുക്തി നേടിയവരുണ്ട്, യാമങ്ങളെ കൊണ്ട് മുക്തി നേടിയവരുണ്ട് എന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ഭാഗവത സ്വരൂപം പറഞ്ഞു കൊടുത്തു. പ്രപഞ്ച സ്വരൂപമായി തന്നെ ഭാഗവതത്തെ കാണണം. ഭാഗവതത്തിന്റെ ദർശനമെന്താ? ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല, ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാത്തതായി ഒന്നുമില്ല. ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ തത്വത്തിലേക്ക് നമ്മുടെ മനസ്സ് ആവുന്നത്ര ചേർന്ന് നിൽക്കും വിധം പരിശീലിപ്പിക്കുകയാണ് ഈശ്വര കഥകൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ഭാവന ചെയ്യണം? ചുറ്റുമുള്ള സകലത്തിലും ഈശ്വരനുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരനുണ്ട് എന്ന് അനുനിമിഷം ചിന്തിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് കഥകൾ കേൾക്കണം. ഭാഗവതത്തിന്റെ ധാരണ അതാണ്. ശ്രീശുഖൻ സാരസ്വതമായി ഭാഗവതത്തെ തന്നെ തന്റെ ഹൃദയത്തിലൂടെ ഉണർന്നൊഴുകണേ എന്ന് പ്രാർത്ഥിച്ചതും, പരീക്ഷിത്ത് ചോദിച്ച ചോദ്യം പ്രശ്നവിധി എന്ന അധ്യായത്തിൽ 8-ാമത്തെ അധ്യായം 2-ാമത്തെ സ്കന്ധത്തിൽ എന്താ പരീക്ഷിത്ത് ചോദിച്ചത്?
കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കലേവരം. ഒറ്റ ആഗ്രഹമേ പറഞ്ഞുള്ളൂ, കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് വെച്ച് എനിക്ക് എന്റെ ശരീരം ഉപേക്ഷിക്കണം. 7 ദിവസം കൊണ്ട് കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് ആ പ്രാണനെ ഉപേക്ഷിക്കത്തക്ക വിധം പരീക്ഷത്തിനെ ആ കഥ കേൾപ്പിക്കുകയാണ് ശ്രീശുകൻ ചെയ്യുന്നത്. 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭാഗവതത്തിന്റെ പാരമ്പര്യം ഭഗവാനിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മാവിലൂടെ ഉണർന്നൊഴുകി നാരദ മഹർഷിയിലൂടെ വ്യാസഭഗവാനിലേക്ക് എത്തി വ്യാസധർമ്മമായി വ്യാസ ശിഷ്യ പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവത്തിൽ ശ്രീമദ് ഭാഗവതമായി നിഗമകൽപ്പതരു ഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുരകൂരസികാഭൂരിഭാവുകാഹ. നിഗമകൽപ്പതരുവിൽ നിന്ന് ശ്രീശുക തത്വം പകർന്നു തരുന്നതായ രസം നിറഞ്ഞ ഫലമായി അമൃതമയമായ ആ ഫലം പോലെ ഭാഗവതം ലോകത്തിന് അമൃതത്വത്തെ തന്നെ പകർന്നു നൽകുന്നു. മൃത്യുഞ്ജയോപനിഷത്താണ് ശ്രീമദ് ഭാഗവതം. 3-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ എന്ത് കണ്ടു? വിതുര മൈത്രേയ സംവാദം ആരംഭിച്ചു. അവിടെ ഉദ്ധവരെ കണ്ടുമുട്ടിയ മൈത്രേയ ഉദ്ധവരിൽ നിന്ന് ഭഗവാൻ ആത്മതത്വോപദേശം നൽകി എന്ന് കേട്ടപ്പോൾ അത് എനിക്കും വേണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഉദ്ധവരെ മൈത്രേയന്റെ അരികത്തേക്ക് പറഞ്ഞയച്ചത്. വിതുരരെ ധർമ്മസ്വരൂപമാണ് വിതുരരെന്ന തത്വജ്ഞാനമാണ് മൈത്രേയ മഹർഷി ആദ്യമേ തന്നെ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സാക്ഷാൽ യമധർമ്മന്റെ അവതാരം തന്നെയല്ലേ അങ്ങ്, വ്യാസശിഷ്യനല്ലേ? അതുകൊണ്ട് അങ്ങ് ചോദിച്ചത് ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചല്ലേ? സൃഷ്ടിജാലങ്ങളായി സ്വയം പരിണമിച്ചിരിക്കുന്ന ഭഗവാൻ സ്വയം എങ്ങനെ മറഞ്ഞിരിക്കുന്നു എന്നതിനെ കുറിച്ചും ഒക്കെയല്ലേ? അത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് സർഗവിസർഗ ലക്ഷണോപേതമായിരിക്കുന്ന കഥകൾ പറയാൻ തുടങ്ങി. ആദ്യം വരാഹാവതാരം പറഞ്ഞു. രൂപം തവൈതൽ നൻ ദുഷ്കൃതാത്മനാം എന്ന് വരാഹാവതാര രൂപത്തിന്റെ തത്വത്തെ നമുക്ക് വ്യക്തമാക്കി തന്നു. വരാഹം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയല്ല, കാട്ടുപന്നിയുടെ രൂപമായി തോന്നുന്നത് ദുഷ്കൃതാത്മനാം. മനസ്സ് വേണ്ടതുപോലെ സംസ്കരിക്കപ്പെടാത്ത ആളുകൾക്കാണ് ഈ കാട്ടുപന്നിയുടെ രൂപമായിട്ടൊക്കെ ഭഗവാനെ തോന്നുന്നത്. ഹിരണ്യാക്ഷൻ അങ്ങനെയാ തോന്നിയത്. ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ച കഥയിൽ പറഞ്ഞു. യജ്ഞവരാഹമൂർത്തി യഥാർത്ഥത്തിൽ യാഗസ്വരൂപം തന്നെ, ക്രിയായോഗ ദർശനമാണ് യജ്ഞവരാഹമൂർത്തി സ്വരൂപം എന്ന് ഋഷീശ്വരന്മാരുടെ സ്തുതിയിലൂടെ വ്യക്തമായി നമുക്ക് പറഞ്ഞത്. ഹിരണ്യാക്ഷന്റെ പൂർവജന്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സനകാദികളുടെ ശാപത്തെ കുറിച്ചും ജയവിജയന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യജിവും ഒക്കെയായി ജനിക്കുന്നത് എന്ന ആ ഈശ്വരീയ രഹസ്യത്തെയും ശ്രീശുകൻ കഥാരൂപത്തിൽ വെളിവാക്കി. പിന്നെ വിതുരരുടെ ചോദ്യത്തിന് ഉത്തരമായി വിസർഗലക്ഷണോപേതമായ കഥകൾ പറഞ്ഞപ്പോൾ സ്വയംഭൂമനും ശതരൂപയുമായി ബ്രഹ്മാവിന്റെ ശരീരം 2ആയി പകുക്കപ്പെട്ട് മൈഥുന സൃഷ്ടി ആരംഭിച്ച കഥ പറഞ്ഞു. അതിൽ ദേവഭൂതിയുടെ കഥ പറഞ്ഞപ്പോൾ ദേവഭൂതിയുടെ പുത്രനായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ കപിലവാസുദേവനായ അവതാരം കൈക്കൊണ്ട് അമ്മയായ ദേവഭൂതിക്ക് കർദമ പ്രജാപതിയുടെ ഇച്ഛയനുസരിച്ച് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. ആ ആത്മതത്വം ഉപദേശിച്ചത് സാഖ്യയോഗ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 8 അധ്യായങ്ങളിലൂടെ അഷ്ടാംഗയോഗ പദ്ധതിയും അതിലധിഷ്ഠിതമായ ഭക്തിയുടെ ഉപാസന എങ്ങനെ വേണമെന്നുള്ള തത്വങ്ങളെ മുഴുവൻ വിശദമായി പറഞ്ഞ് 25 തത്വങ്ങളാൽ ആവൃതമായ പ്രപഞ്ചത്തിന്റെ സ്വരൂപത്തെ 2 കൈകൊണ്ട് നമ്മളെ അളക്കാൻ പഠിപ്പിച്ചു. പ്രപഞ്ച ദർശനത്തെ അങ്ങനെ ഋഷീശ്വരന്മാർ തങ്ങളുടെ തപശക്തി കൊണ്ട് നേടിയതായ അനുഭവങ്ങൾ അത് നമുക്ക് ദാർശനിക തത്വങ്ങളാക്കി സാധാരണക്കാരായ ആളുകൾക്ക് പോലും ലളിതമായി ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഭക്തിനിഷ്ഠമായി പറഞ്ഞു തന്നു ഭാഗവതം. അതുകൊണ്ട് സംഘയോഗത്തെ വിശേഷിപ്പിച്ചു ഈശ്വരനിലേക്കുള്ള രാജകീയ പാത എന്ന്. ദേവഭൂതി പ്രാകൃത സമാധിയടഞ്ഞു. ദേവഭൂതിയുടെ ശരീരം ലയിച്ചു ചേർന്ന ബിന്ദുസരസിലെ ആസ്ഥാനം സിദ്ധമത എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന ഫലശ്രുതിയോടുകൂടിയാണ് 3-ാമത്തെ സ്കന്ധം അവസാനിച്ചത്. 4-ാമത്തെ സ്കന്ധം ആരംഭിക്കുമ്പോൾ ആകൂതിയുടെ ചരിത്രത്തെ പറയാൻ തുടങ്ങി. രുചിപ്രജാപതിയുടെ കഥ പറഞ്ഞു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർ, സോമൻ, ദത്താത്രേയൻ, ദുർവാസാവ് എന്നിങ്ങനെ മഹർഷിമാരായി അവതാരം കൈക്കൊണ്ട കഥയെ പറഞ്ഞു. തുടർന്ന് നരനാരായണന്മാരുടെ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ദക്ഷയാഗം കഥ പറഞ്ഞു. ഈശ്വരന്മാരിൽ ഭേദബുദ്ധിയോടുകൂടി ഒരു കർമ്മം ചെയ്യരുത് എന്നാണ് ദക്ഷയാഗം പഠിപ്പിച്ചത്. ദക്ഷൻ ശിവനെ നിന്ദിച്ചവനാണ്, മറ്റെല്ലാ ദേവതകളെയും അംഗീകരിച്ചു. പക്ഷേ സംഹാരത്തെ അംഗീകരിക്കാതെ
സൃഷ്ടിയുമില്ല സ്ഥിതിയുമില്ല എന്ന തത്വത്തെ ദക്ഷയാഗം സ്വാർത്ഥബുദ്ധിയോടുകൂടി ശിവനെ നിന്ദിക്കുന്നതിന് വേണ്ടി ചെയ്തവനായിരിക്കുന്ന ആ യാഗത്തിന്റെ യജമാനായ ദക്ഷന്റെ ശിരസ് തന്നെ യാഗത്തിൽ ഹോമിക്കപ്പെട്ടു എന്ന കഥ പറഞ്ഞുകൊണ്ട് സ്വാർത്ഥബുദ്ധിയോടുകൂടി ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കണമെന്നോ നിന്ദിക്കണമെന്നോ വിചാരത്തോടുകൂടി എന്ത് ഈശ്വര കർമ്മങ്ങൾ ചെയ്താലും അത് ഈശ്വരൻ സ്വീകരിക്കുകയില്ല എന്നാണ് ദക്ഷയാഗം പഠിപ്പിച്ചത്. ആ സ്ഥലത്ത് വന്നു ചേർന്ന ഭഗവാൻ ത്രിത്വൈക ഗീതയിലൂടെ ശരീരത്തിലെ കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെ വ്യത്യസ്തമായ അംഗങ്ങൾ വ്യത്യസ്തമായ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ഈ അംഗങ്ങളെല്ലാം കൂടിച്ചേർന്നതാണ് ശരീരം എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും വായുവും ബ്രഹ്മാവും ഞാനും ശിവനും ഒക്കെ ഒന്ന് തന്നെ. വ്യത്യസ്ത അംഗങ്ങൾക്ക് വ്യത്യസ്ത പേരുകളുള്ളത് പോലെ അതെല്ലാം കൂടിച്ചേർന്നാണ് ഒരു ശരീരം എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത നാമങ്ങളിലും രൂപങ്ങളിലും ഞാൻ തന്നെയാണ് വർത്തിക്കുന്നത് എന്നതായിരുന്നു ത്രിത്വൈക ഗീതയുടെ ദർശനം. അതും നമ്മൾ കേട്ടു. ദക്ഷയാഗത്തിന് ശേഷം നമ്മൾ പിന്നെ കണ്ടത് ഉത്താനപാദന്റെ കഥയാണ്. ഉത്താനപാദന്റെ മകനായ ധ്രുവൻ അമ്മയുടെ അനുഗ്രഹത്താൽ നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് മധുവനത്തിൽ പോയി തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി മരണത്തെ പോലും പുഞ്ചിരിയോടുകൂടി നേരിട്ട് ആ മരണം പോലും ധ്രുവന്റെ മുമ്പിൽ മൃത്യോർമൂർത്തിനി പദം തത്വാ ആ മൃത്യുവിന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് ഈശ്വരന്റെ മടിത്തട്ടിലേക്ക് കയറി ധ്രുവന്റെ കഥ പറഞ്ഞു. മരണത്തെ ജയിക്കുന്ന ആ അനുഭൂതിയിലേക്കുള്ള യാത്രയാണ് ഭക്തിയുടെ സ്വതന്ത്രമായിരിക്കുന്ന തീർത്ഥയാത്ര. അതാണ് നമ്മളെ ധ്രുവചരിതം പഠിപ്പിച്ചത്. പിന്നീട് ആ വംശത്തിൽ ജനിച്ച അംഗരാജാവിനെ കുറിച്ച് പറഞ്ഞു. അംഗരാജാവിന്റെ പുത്രനായ ദുഷ്ടനായ വേനൻ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് സ്വാർത്ഥബുദ്ധിയായി ജനങ്ങളിൽ നിന്ന് അമിതമായി നികുതി ചുമത്തി തന്റെ പ്രവർത്തികളെ ന്യായീകരിച്ച് തനിക്ക് സ്തുതി പാടണമെന്ന് ഉദ്ഘോഷിച്ച് ജനങ്ങളെ മുഴുവൻ നരകതുല്യമായ ജീവിതത്തിലേക്ക് തള്ളിവിട്ട വേനന്റെ കഥ കേട്ടു. ആ വേനൻ സ്വന്തം കർമ്മം കൊണ്ട് തന്നെ കഥനായി തീർന്നു. ആ വേനന്റെ ശരീരം കടഞ്ഞ് പൃഥുചക്രവർത്തിയും അർച്ചിസ് രാജ്ഞിയും ലക്ഷ്മീനാരായണാവതാരം ഉണ്ടായി എന്ന് പറഞ്ഞു. പൃഥുചക്രവർത്തി തന്റെ മഹത്തരമായിരിക്കുന്ന യജ്ഞങ്ങളിലൂടെ ക്രിയായോഗത്തിന്റെ ശരിയായ തത്വം എന്താണ് എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സനകാദി സംഗമത്തിൽ പൃഥുചക്രവർത്തിയുടെ ചോദ്യങ്ങളും സനകാദികളുടെ ഉത്തരങ്ങളും ഒക്കെ ഈ മഹത്തരമായ ക്രിയായോഗത്തിന്റെ തത്വങ്ങളെ വിശദീകരിക്കുന്നതാണ്. ഭക്തിനിഷ്ഠമായ ക്രിയായോഗത്തിന് മാത്രമേ ഈശ്വരാനുഭവത്തെ പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഉപദേശം. ആ വംശത്തിൽ ജനിച്ച പ്രാചീന വൃഗീസിന്റെ കഥ പറഞ്ഞപ്പോഴാണ് പ്രാചീന വൃഗീസിന്റെ പുത്രന്മാരായ പ്രജേതസ്സുകൾ തപസ്സിരുന്നതും. അപ്പോൾ നമ്മൾ ഗുരുവായൂരിലെ മമ്മിയൂരപ്പന്റെ മഹാത്മ്യമൊക്കെ സ്മരിച്ചു. ഓർമ്മയുണ്ടോ? അതിനുശേഷം അതാ പ്രജേതസ്സുകളുടെ അച്ഛനായ പ്രാചീന വർഗീസിന് മോക്ഷം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഭഗവാൻ തന്നെ നാരദനെ പറഞ്ഞയച്ചതും നാരദൻ പറഞ്ഞു കൊടുത്ത പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പ്രാചീന വർഗീസിന്റെ ഉള്ളം തെളിഞ്ഞതും അദ്ദേഹം കാട്ടിൽ പോയി തപസ് ചെയ്ത് മുക്തി നേടിയതുമായ കഥ കേട്ടു. പുരഞ്ജനോപാഖ്യാനം നമ്മുടെ തന്നെ കഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ജീവന്റെ യാത്രയുടെ കഥ ഓർമ്മയുണ്ടോ? അങ്ങനെ പഞ്ചമസ്കന്ധത്തിലേക്ക് എത്തിയപ്പോഴേക്കും പ്രിയപ്രദന്റെ കഥ ആരംഭിച്ചു. പ്രിയപ്രദന്റെ കഥയിൽ പ്രിയപ്രദന്റെ പുത്രനായ ആഗ്നീധന്റെ പുത്രനായിരിക്കുന്ന നാഭിയുടെ പുത്രനായി ഋഷഭദേവൻ അവതരിച്ചപ്പോൾ യോഗ സ്വരൂപത്തെ വർദ്ധിച്ചു. പ്രിയപ്രദന്റെയും ആഗ്നീധന്റെയും കഥയിലൂടെ ഭക്തി സ്വരൂപത്തെ വർദ്ധിച്ചു. ഭരതന്റെ കഥയിലൂടെ അതിമഹത്തരമായ ജ്ഞാനസ്വരൂപത്തെ വർദ്ധിക്കുന്നു. ആ ജഡഭരതൻ പിന്നീട് ഭദ്രകാളി ദാരിമൃഗത്തിന് മുമ്പിൽ ഒരു ബലിമൃഗത്തെ പോലെ കിടന്നതും ഭക്തദ്രോഹം സഹിക്കാൻ വയ്യാത്തതായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭദ്രകാളിയായി തന്നെ അവതരിച്ച് ഈ ഭക്തദ്രോഹത്തെ ചെയ്ത് ഈശ്വരപ്രീതി നേടാൻ ആഗ്രഹിക്കുന്ന ദുർബുദ്ധികളായ ആഭിചാര കർമ്മനിരതരായിരിക്കുന്ന കള്ളന്മാരെ മുഴുവൻ വധിച്ച കഥ നമ്മൾ കേട്ടു. രണ്ടാം ദിവസത്തെ തീരത്ത് നമ്മൾ തോന്നി കുറച്ചു നേരം നിർത്തിയിട്ടു. പിറ്റേ ദിവസം കാലത്ത് വീണ്ടും തോണി തുഴയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് എന്ത് കാഴ്ചയാണ്? ആ പഞ്ചമസ്കന്ധത്തിന്റെ തുടർച്ചയായി ജഡഭരതനും രഘുഗണനും തമ്മിലുള്ള സംവാദം കേട്ടു. പല്ലക്കിൽ പോകുന്ന രഘുഗണം പിന്നെ പല്ലക്കൊക്കെ ഉപേക്ഷിച്ച് ജഡഭരതനെ യോഗീശ്വരനായി ഗുരുവായി സങ്കല്പിച്ച് നമസ്കരിച്ചതും ആത്മതത്വത്താൽ നടന്ന
രഘൂഗണന് മുക്തി കിട്ടി എന്നും ജഡഭരതനും കാലാന്തരത്തിൽ പരമാത്മാവിൽ വിലയം പ്രാപിച്ചു എന്നതുമായി ചരിത്രം പറഞ്ഞുകൊണ്ട് 5ാമത്തെ സ്കന്ധത്തിൽ വിശേഷമായിരിക്കുന്ന ഭഗവാന്റെ ദേശസ്വരൂപത്തെ വർണ്ണിക്കാൻ വേണ്ടി ജംബുദ്വീപം, പ്രക്ഷദ്വീപം, ശാൽമരിദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം മുതലായിരിക്കുന്ന ദ്വീപുകളെ കുറിച്ചും അതിനിടയിലുള്ള സമുദ്രങ്ങളെ കുറിച്ചും ദ്വീപങ്ങളിലെ പുഴകളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചും ഭൂമിയുടെ ചുറ്റളവിനെ കുറിച്ചും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ ദേശസ്വരൂപത്തിൽ തന്നെ ഊർധ്വലോകത്തെ ദേശമായി സങ്കല്പിച്ചുകൊണ്ടുള്ളൂ ഊർധ്വദേശസ്വരൂപത്തെ വർണ്ണിച്ചു. പിന്നെ പാതാളാദിലോകങ്ങളെ വർണ്ണിച്ച അധോലോക ദേശത്തെ കുറിച്ച് വർണ്ണിച്ചു. ആ രൂപവും ഭഗവാൻ തന്നെ എന്ന് ദേശസ്വരൂപമായി ഭഗവാനെ വർണ്ണിച്ചതിന് ശേഷം ഈ കാലത്തെ നിർണ്ണയിക്കുന്ന സൂര്യനെ കുറിച്ച് പറഞ്ഞ് സൂര്യാദി സൗരയൂഥങ്ങളുടെ ആ അടയാളങ്ങളിലൂടെയാണ് നമ്മൾ കാലത്തെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാലബോധകമായ കാലജ്ഞാപകം ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജ്യോതിഷ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിരിക്കുന്ന ഈ സർവഗോള സ്വരൂപങ്ങളും കാലവും സൂര്യ ആത്മാധികൃത്ഹരി, സൂര്യൻ സാക്ഷാൽ ശ്രീഹരി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് 5ാമത്തെ സ്കന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നരകത്തെ കുറിച്ച് പറഞ്ഞു. ഭോജനം മുതലായിരിക്കുന്ന നരകകുണ്ടങ്ങളെ കേട്ടതായ പരീക്ഷിത്ത് നരകം കിട്ടാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് 6ാമത്തെ സ്കന്ധം പോഷണം എന്ന ലീലയോടുകൂടിയ കഥകൾ ആരംഭിക്കുന്നത്. സർഗം വിസർഗം സ്ഥാനം കഴിഞ്ഞ് പോഷണത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടത് ശ്രവണം, കീർത്തനം, സ്മരണം, മനനം, വന്ദനം, അർച്ചനം, ദാസ്യം എന്നിങ്ങനെയുള്ള വിവിധ ഭാവങ്ങളിലൂടെ ജീവന്മാരെ പല 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 ജന്മങ്ങളിലൂടെ പല 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 കർമ്മങ്ങളിലൂടെ പലതരത്തിലുള്ള ഈശ്വര നിയോഗങ്ങളിലൂടെ ഭക്തിയിലേക്ക് കൂട്ടിപ്പെടുത്തുന്നതായ ഭഗവാന്റെ ലീലയാണ് കണ്ടത്. ആദ്യം കണ്ടത് അജാമിളന്റെ കഥ. നാരായണ നാമത്താൽ അന്ധക്കരണ ശുദ്ധി വന്നതായ അജാമിളന്റെ കഥയിലൂടെ നാമജപം അന്ധക്കരണ ശുദ്ധിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ജപിച്ചാൽ മാത്രമല്ല കേൾക്കുന്നവർക്ക് കൂടി ശുദ്ധി കിട്ടും എന്ന് പറഞ്ഞു. ജപിക്കുന്ന ജനത്തിനും മാത്രമല്ല തിരുനാമം ശ്രവിക്കുന്ന ജനത്തിനും ഒരേ സമയം. ആ ഹരിനാമമാഹാത്മ്യം പറഞ്ഞതിന് ശേഷം യമദൂതന്മാരും യമനും തമ്മിലുള്ള സംവാദത്തിലൂടെ ആ യമഭൃത്യന്മാർക്ക് പോലും ആ വിഷ്ണുദൂതന്മാരെ കാണാൻ സാധിച്ചത് അജാമിളൻ നാരായണാന്ന് ചൊല്ലിയപ്പോൾ അത് കേട്ടതിന്റെ പുണ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് യമദേവൻ ഭാഗ്യം ചെയ്തവരെ എന്ന് സ്വന്തം ഭൃത്യന്മാരെ വിളിച്ച് ഭൃത്യന്മാരോട് ഉപദേശിച്ചത്. കഥ കേൾക്കുന്നവരുടെയും കഥ പറയുന്നവരുടെയും ഈശ്വര കഥകളിൽ ആമഗ്നമായി കീർത്തനങ്ങൾ പാടുന്നവരുടെയും സത്സംഗദേശങ്ങളിലേക്കും ഒന്നും പോകരുത് എന്ന് മരണദേവൻ സ്വന്തം ഭൃത്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതിലൂടെ നമുക്കൊക്കെ ഇത്തിരി സന്തോഷമായി. കാരണം എന്താ, നമ്മുടെ അരികത്തേക്ക് എന്തായാലും ആ കാലന്റെ ഭൃത്യന്മാർ വരില്ല. കാരണം നമ്മൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? സന്തോഷമായില്ലേ? പിന്നീട് നാം കണ്ടത് ദക്ഷപ്രജാപതിയുടെ തപസ്. അകവർഷണ തീർത്ഥത്തിലെ തപസ് ദക്ഷപ്രജാപതിയുടെ പുത്രന്മാരായ ഹൈത്യശ്വന്മാരുടെയും ശമളാശ്വന്മാരുടെയും കഥ പറഞ്ഞപ്പോൾ 10 ആപ്തവാക്യങ്ങളിലൂടെ വാചക്കൂടം എന്ന് പറഞ്ഞതായ ആ 10 ചൊല്ലുകളിലൂടെ മനനം ചെയ്ത് ഹൈത്യശ്വന്മാർക്കും ശമളാശ്വന്മാർക്കും മുക്തി കിട്ടി എന്ന് പറഞ്ഞു. ഈ വാചക്കൂടം എന്ന് പറഞ്ഞ നാരദോപദേശം യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച രഹസ്യത്തെ ഉൾക്കൊള്ളുന്നതായ 10 സൂത്രവാക്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നു. അകത്ത് കടക്കാൻ കഴിയാത്തതായ ആ അകത്ത് കടന്നാൽ പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരേതു രാജാവ് മാത്രമുള്ള രാജ്യം, അറ്റം ഭൂമിയുടെ അറ്റം കണ്ടെത്തണം, 5 അത്ഭുത മുറികളോടുകൂടിയ കൊട്ടാരം, അതിനുള്ള പുരുഷൻ, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന വേഷന്മാര് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ, എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം, ഇരുഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, അത്ഭുതചരിതനായ ഹംസം. അച്ഛൻ പറഞ്ഞതിന്റെ സാരം 10 കാര്യങ്ങൾ ഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആ വാക്യങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചപ്പോൾ തോണിയൊന്നു ഉലഞ്ഞു. അല്ലേ? നമ്മളൊക്കെ ഒന്നുകൂടി പിടിച്ചിരുന്നു. കാരണം എന്താ? അത്ഭുതകരമായ കഥകളുടെ ആ ലോകം നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദത്തെ നൽകി. അങ്ങനെ 3-ാം ദിവസം 6ാമത്തെ സ്കന്ധത്തിലെ വൃത്രാസുരന്റെ കഥ കേട്ട് സ്മരണമെന്ന ആ ലീലയിലൂടെ പുത്രനെ ഭക്തിയിലൂടെ മുട്ടിപ്പെടുത്തിയ ഭഗവാന്റെ ആ മഹിമാതിശയത്തെ കേട്ടപ്പോൾ വൃത്രാസുരന്റെ പൂർവജന്മചരിത്രമായ ചിത്രകേതുവിന്റെ കഥയും കേട്ട് മരുത്തുക്കളുടെ ഉൽപ്പത്തി കേട്ട് കഴിഞ്ഞതോടെ 6ാമത്തെ സ്കന്ധം അവസാനിച്ചു. 7ാമത്തെ സ്കന്ധം ആരംഭിച്ചത് പ്രഹ്ലാദചരിതോപക്രമം എന്നതായ പ്രകരണത്തിലൂടെയാണ്. യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തിൽ ശിശുപാലന്റെ
വധം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകരണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് ശ്രീ സുബ്രഹ്മണ്യ. അങ്ങനെ ഊതി എന്ന ലക്ഷണത്തോടു കൂടിയ നൈസർഗിക ഭക്തിയുടെ ആ മഹിമാതിശയത്തെ പറഞ്ഞുകൊണ്ട് ഭക്തനും ഭഗവാനും തമ്മിലാടിയ കഥ, നരസിംഹാവതാര കഥ, പ്രഹ്ലാദൻ അനുഭവിച്ച പീഡനങ്ങളുടെ ചരിത്രം, ആ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അചഞ്ചലമായിരിക്കുന്ന വിഷ്ണു ഭക്തിയിലൂന്നിയ പ്രഹ്ലാദന്റെ മനസ്സ്, അത് കണ്ട് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. ആ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ തുനിഞ്ഞ സമയത്ത് എല്ലായിടത്തും വിഷ്ണുവുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് കളിയാക്കിക്കൊണ്ടും രോഷത്തോടു കൂടിയും എന്നെക്കാളും കേവനായ ഈശ്വരൻ ഈ ലോകത്ത് വേറെയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുട്ടിച്ചുരുട്ടി വാളും കൂട്ടി തൂണിലാഞ്ഞിടിച്ച സമയത്ത് നരസിംഹ സ്വരൂപൻ പ്രത്യക്ഷപ്പെട്ടു. സത്യം സിദ്ധാതും നിജഭൃത്യ ഭാഷിതം, തന്റെ ഭൃത്യന്റെ വാക്കിനെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി, തന്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി സർവചരാചരങ്ങളിലും ഞാനുണ്ട് എന്നതായ ആ തത്വത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നരസിംഹമൂർത്തിയായി ഭഗവാൻ അവതരിച്ച കഥ കേട്ടു. ആ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ച പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ ലീലകൾ പിന്നെയും കേൾക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ചുരുക്കിയാണെങ്കിലും മനോഹരമായി ത്രിപുരദഹന കഥ പറഞ്ഞു. അവിടെ സാക്ഷാൽ ശ്രീ നാരായണൻ ഒരു പശുവായി അവതരിച്ച് ത്രിപുരന്മാരുടെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള വൃദ്ധസഞ്ജീവനി ജലം കുടിച്ചു വറ്റിച്ച് ത്രിപുരദഹനത്തിന് സാക്ഷാൽ മഹാദേവനെ സഹായിച്ച കഥയും പറഞ്ഞു. ഭഗവാൻ പാലകൻ മാത്രമല്ല സംഹാരത്തിലും സഹായിക്കുന്നുണ്ട് എന്നാണ് ആ കഥ സൂചിപ്പിച്ചത്. തുടർന്ന് വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ചൊക്കെ നാരദ മഹർഷി പറഞ്ഞത് കേട്ട് സന്തോഷത്തോടുകൂടി തന്നോടൊപ്പമുള്ളതായ ശ്രീകൃഷ്ണ ഭഗവാൻ പരമപുരുഷനാണല്ലോ എന്നതായ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് അത് ഓർമ്മിപ്പിച്ച നാരദ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ച് യാത്രയാക്കുന്നതോടെ 7ാമത്തെ സ്കന്ധം പൂർണ്ണമായി. ഉപനിഷത്ത് തത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ സ്കന്ധം അവസാനിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് 4ാമത്തെ ദിവസം കാലത്ത് പാലാഴി മഥനമാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നടക്കുന്നതായ നല്ലതും ചീത്തയും തമ്മിലുള്ളതായ ആ മഥനത്തിന്റെ കഥ. ആ മഥനത്തിൽ ധർമ്മം ജയിച്ച ഈശ്വരീയമായിരിക്കുന്ന ഭാഗ്യം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ തെളിഞ്ഞു വരുമെന്ന തത്വത്തെ പാരിജാതം, ഉച്ചൈശ്രവസ്, ഐരാവതമയും ഒക്കെ ഉയർന്നു വന്നതായി പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതിൽ ആവിർഭവിച്ച മഹാലക്ഷ്മിയുടെ കഥ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി സ്വയംവരം, പാലാഴി മഥന സമയത്ത് നടന്ന ലക്ഷ്മി സ്വയംവരം നമ്മൾ കേട്ടു. തുടർന്ന് ശങ്കരമോഹനം എന്ന കഥയിലൂടെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മായയെ ജയിക്കാൻ വിഷ്ണു സ്വരൂപം തന്നെയായിരിക്കുന്ന മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണ തത്വം നമുക്ക് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വടക്കുന്നാഥനെ സ്മരിച്ചു. ഓർമ്മയുണ്ടോ? ഇല്ലേ? തുടർന്ന് നമ്മൾ കേട്ടത് വാമനാവതാരമാണ്. വാമനമൂർത്തിയായി ഭഗവാൻ അവതരിച്ച് മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് ചോദിച്ച് ഭഗവാന്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ ഈ ഭക്തനെ സഹായിക്കണേ, അവിടുത്തെ പാദം എന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ മഹാബലിക്ക് അനുഗ്രഹം കൊടുത്ത ഭഗവാന്റെ കഥ ദാനത്തിന്റെ മഹത്വത്തെ ലോകത്തിന് ബോധിപ്പിക്കുന്നതാണെന്നും, ദാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വ്യക്തിയും വാങ്ങുന്ന വ്യക്തിയും കൊടുക്കുന്ന വസ്തുവും ഈശ്വരനാണ് എന്ന ഭാവത്തോടുകൂടി ചെയ്യുന്നതാണ് ദാനം എന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കി. അല്ലാതെ ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്നതല്ല ദാനം, ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്ന സഹായമാണ്. ദാനം എന്ന് പറഞ്ഞാൽ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നും യാതൊരു ഭേദബുദ്ധിയില്ലാതെ ഈശ്വരൻ എന്ന ഭാവത്തിൽ ചെയ്യുന്നതായ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ദാനം. ആ ആത്മസമർപ്പണത്തിന്റെ കഥയാണ് മഹാബലിയുടെ കഥ എന്ന് നമ്മൾ കേട്ടു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വാമനമൂർത്തി വിരാട് സ്വരൂപം കാണിച്ചതുപോലെ മത്സ്യാവതാരം കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ കൃതമാലാ നദിയിൽ മത്സ്യക്കുഞ്ഞായി പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ഭീമാകാര രൂപം കൊണ്ട മത്സ്യാവതാരത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത് സത്യവ്രതൻ കഴിഞ്ഞ മന്വന്തരത്തിന്റെ അവസാനത്തെ രാജാവാണെന്നും ഇപ്പോൾ ഈ 7ാം മന്വന്തരത്തിന്റെ ആദ്യ രാജാവാണ് എന്നുമുള്ള തത്വത്തെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ തൃപ്രയാറപ്പനെ സ്മരിച്ചു. തൃപ്രയാറപ്പന്റെ മുമ്പിലെ ആ മീനൂട്ടിന്റെ മഹത്വം എന്താണ് എന്നും നമ്മൾ അതൊന്ന് ഓർത്തെടുത്ത് ആനന്ദിക്കുകയുണ്ടായി. ചക്രവർത്തി ലക്ഷണോപേതമായ അടയാളങ്ങളോടുകൂടി വർത്തിക്കുന്ന ശ്രീരാമസ്വാമിയായ തൃപ്രയാറപ്പൻ വസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ വന്നു പിറക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം എന്ന് നമ്മൾ ഓർത്തു. ഇല്ലേ? ഓർത്തില്ലേ?
പിന്നെ നമ്മൾ കേട്ടത് എന്താ? 9ാമത്തെ സ്കന്ധത്തിലെ സൂര്യചന്ദ്ര വംശങ്ങളെ കുറിച്ചാണ്. ഈ പറയുന്ന സത്യവ്രതനാണ് പിന്നീട് ഈ 7ാം മന്വന്തരത്തിന്റെ അധിപതിയായത്. ശ്രാദ്ധദേവൻ എന്ന മറ്റൊരു പേരോടുകൂടിയ മനുവായത്. അദ്ദേഹത്തിന്റെ മക്കളായിരിക്കുന്ന ദിഷ്ടൻ, ദൃഷ്ടൻ, ഗരൂഷൻ, ഇക്ഷ്വാകു മുതലായിരിക്കുന്നവരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടു. അതിൽ ആണും പെണ്ണുമായി ജീവിച്ച് ഇളയുടെ കഥ കേട്ടു. ആ ഇളയുടെ വംശമാണ് പിന്നെ പുരൂരവംശത്തിന്റെ വംശമായി, യയാതിയുടെ വംശമായി തീർന്നതായ ചന്ദ്രവംശം. ആ ചന്ദ്രവംശത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ജനിച്ചത്. സൂര്യവംശത്തിലാണ് സാക്ഷാൽ ശ്രീരാമദേവൻ അവതരിച്ചത്, പരശുരാമനെ അവതരിച്ചത്. ശ്രീരാമന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ ആ ബാലകാണ്ഡത്തിലെ സീതാസ്വയംവരം കഴിഞ്ഞ് മടങ്ങി വരുന്ന ശ്രീരാമന്റെ അരികത്തേക്ക് പരശുരാമൻ മഴിയുഴറ്റി വരുന്ന രംഗത്തെ വർണ്ണിച്ചുകൊണ്ടാണ് പരശുരാമ തത്വവും ശ്രീരാമ തത്വവും വ്യക്തമായി മനസ്സിലാക്കിയത്. പിന്നീട് ശ്രീകൃഷ്ണാവതാരം ചുരുക്കി പറഞ്ഞപ്പോൾ അത് വിസ്തരിച്ച് കേൾക്കണമെന്ന് പറഞ്ഞ പരീക്ഷത്തിനോട് ശ്രീകൃഷ്ണന്റെ കഥകൾ പറയാൻ തുടങ്ങി. ഭൂമിദേവിയുടെ സങ്കടവും ദേവന്മാരാണ് ഇതുക്കളിൽ ജനിച്ചതെന്നും മഹാവിഷ്ണു വസുദേവ പുത്രനായി വാസുദേവനായി ദേവകി നന്ദനായി അവതരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതും കംസന്റെ സഹോദരിയായ ദേവകിയെ കംസൻ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് പോകുന്ന വേളയിൽ അശരീരി ഉണ്ടായതും അതാ ദേവകിക്ക് ജനിച്ച മക്കളെയൊക്കെ കംസൻ തന്റെ ശത്രുവാണല്ലോ എന്ന ഭാവത്തിൽ വധിച്ചു കളഞ്ഞതും ദേവകിക്ക് ബലരാമൻ ജനിച്ചതും ആ ബലരാമൻ യോഗമായാൽ ആകൃഷ്ടയായി രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറിയ ചരിത്ര രഹസ്യവും പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ഉദാത്തമായ 10ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായവും നമ്മൾ കേട്ടു. തമത്ഭുതം പാദകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൗഭഗം. ആ ഉണ്ണിക്കണ്ണനെ നമ്മൾ കണ്ടു. ഗോകുലത്തിൽ വളർന്ന ഉണ്ണിക്കണ്ണന്റെ അരികത്തേക്ക് അമ്മാവനായ കംസൻ കൊടുത്തയച്ച കളിപ്പാട്ടങ്ങൾ. ആദ്യം വന്നത് കാളകൂട വിഷം കൊടുത്തു കൊല്ലാനായി പൂതനയെയും ഭഗവാൻ മുക്തിയുടെ ലോകത്തേക്ക് പറഞ്ഞയച്ചു. പിന്നെ വന്ന വണ്ടിയുടെ രൂപത്തിൽ വന്ന ചകടാസുരൻ, കാറ്റിന്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ, അവരെയൊക്കെ ഭഗവാൻ കാലുപിരിക്ക് അയച്ചു. കുബേരപുത്രന്മാരായി 2 മരങ്ങളായി നിന്നതായ ആ നാരദ ശാപത്താൽ ഭഗവാന്റെ കാലത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മരങ്ങളായി തീർന്ന ആ നളകൂവരന്മാർക്ക് ഭഗവാൻ ഉരലിൽ കെട്ടിയ ബാലകനായി വന്ന് ഉരലും വലിച്ചു വന്ന് ഉരലുകൊണ്ട് സ്പർശിച്ച് ഭഗവാനെ കെട്ടിയ കയറിന്റെ അറ്റത്തുള്ള ഉരല് തൊട്ടപ്പോഴേക്കും മുക്തി കൊടുത്തു. അത്രയും മതി. നാമമാകുന്ന കയറുകൊണ്ട് ഭഗവാനെ ബന്ധിച്ച് സ്വന്തം കർമ്മം ചെയ്താൽ മതി. യശോദ ചെയ്യുന്നത് പോലെ. യശോദ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചാണ് തൈര് കടയുന്നതും പശുവിനെ നോക്കുന്നതും കുളിപ്പിക്കുന്നതും അല്ലെ അടുക്കളയിൽ വ്യാപരിക്കുന്നതും ഒക്കെ. ഗോപികമാരെല്ലാവരും അവരവരുടെ കർമ്മം ചെയ്യുമ്പോൾ കൃഷ്ണനെ ഓർത്താണ് ചെയ്യുന്നത്. അതുപോലെ നമുക്കും നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ പരമാത്മാവിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ചെയ്താൽ തന്നെ ധാരാളം മുക്തിക്ക് ഈ ഗൃഹസ്ഥാശ്രമം മതി എന്ന് നമ്മളെ പഠിപ്പിച്ചു ഭഗവാൻ. പിന്നീട് വൃന്ദാവനത്തിലേക്കുള്ള യാത്ര കണ്ടു. വൃന്ദാവനത്തിലെത്തിയിട്ട് ഭഗവാൻ വത്സകാസുരനെ വധിച്ചു. കൊക്കിന്റെ രൂപത്തിൽ വന്ന ബകാസുരനെ വധിച്ചു. ഇഷീകാളനിയിലുള്ള ധേനുകാസുരാദികളെ വധിച്ചു. വായു പിളർന്നു നിന്ന് അഘാസുരനെ വധിച്ചു. ഭഗവാനെ മോഹിപ്പിക്കാൻ നോക്കിയ ബ്രഹ്മാവിന് തന്നെ മോഹം ഉണ്ടാക്കി. ബ്രഹ്മാവിന് ഭഗവാൻ പരമപുരുഷനാണെന്ന് മനസ്സിലായി. ബ്രഹ്മത്തിന് ഇങ്ങനെ ഒരു രൂപമുണ്ടല്ലോ എന്ന സന്തോഷത്തോടു കൂടി ബ്രഹ്മാവ് ഒന്ന് സ്തുതിച്ചു. നൗമീര്യതേഭ്രമപുഷേ തടിദംബരായ കുഞ്ചാവതംസ പരിവിച്ചന സന്മുഖായ. ബ്രഹ്മത്തിന്റെ രൂപം എന്താ? കുഞ്ഞിക്കുരുമാലകളൊക്കെ അണിഞ്ഞ് അതാ മൈപ്പിയില് നിരത്തിക്കെട്ടിയതാണ്. ഗോപവേഷമാണ് ബ്രഹ്മത്തിൻ്റെത് എന്ന് ബ്രഹ്മാവ് സ്തുതിക്കുന്ന രംഗത്തിൽ കുന്തിദേവി സ്തുതിച്ച സ്തുതിയുടെയും ഭീഷ്മരുടെ സ്തുതിയുടെയും എല്ലാറ്റിൻ്റെയും സാരം വ്യക്തമാക്കി ബ്രഹ്മസ്തുതി. ഭാഗവതത്തിന്റെ നിഗൂഢ തത്വങ്ങളുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഈ ബ്രഹ്മസ്തുതിയിലാണ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താ? ആ ഭഗവാനാടിയ കാളിയമർദ്ദനം തൻ്റെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് കുടയാക്കി സപ്താഹം 7 ദിവസം പിടിച്ചു നിന്നു. യഥാർത്ഥത്തിൽ ഓരോ സപ്താഹങ്ങളിലും ആ സപ്താഹവേദി ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച ഭഗവാന്റെ അരികിൽ ചേർന്നിരിക്കലാണ്. അല്ലേ? സുരക്ഷിതമായ ഇടം, ഏറ്റവും സുരക്ഷിതമായ ഇടം. ഇന്ദ്രന്റെ പ്രാർത്ഥന, ഭഗവാനെ ഗോവിന്ദ എന്ന ശബ്ദത്തോടു കൂടി ദേവന്മാരെല്ലാവരും അർച്ചിച്ചത്, പുഷ്പവൃഷ്ടി ചെയ്തത് എല്ലാം കേട്ടു. അതിനുശേഷം ഭഗവാനെ കംസൻ അക്രൂരരെ വിട്ട് മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു.
ആ സമയത്ത് കേശിയെ വധിക്കുന്നു, വ്യോമാസുരനെ അതിനു മുമ്പ് വധിച്ചു, പ്രലംബാസുരനെ വധിച്ചു, അരിഷ്ടൻ എന്ന് പറയുന്ന ആ കാളയുടെ രൂപത്തിൽ വന്ന അസുരനെ വധിച്ചു. എന്നിട്ടാണ് ഭഗവാൻ മധുരാപുരിയിലെത്തുന്ന. അവിടെ ചെന്ന് ജനകനെ വധിച്ച് കുബ്ജയ്ക്ക് സർവസൗന്ദര്യങ്ങളും പകർന്നു കൊടുത്ത് 8 ദിവസം കുബ്ജയുടെ ഭർതൃഭാവത്തിൽ വർത്തിക്കാമെന്ന വരവും നൽകി ഭഗവാൻ. എന്നിട്ടാണ് ആയുധപുരിയിലേക്ക് കയറി ആയുധം വില്ലടിച്ച് ഒടിച്ചു. തന്റെ നേരെ വന്ന കംസമുത്യന്മാരെയൊക്കെ വധിച്ചു. കുവലയാവീടം എന്ന ആനയെ വധിച്ചു. ചാണുകുരൻ, കുട്ടികൾ മുതലായിരിക്കുന്ന മല്ലന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ കാലപുരിക്ക് അയച്ചു. അവസാനം കംസനെ ആ മല്ലയുദ്ധ രംഗമധ്യത്തിൽ വെച്ച് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഏത് നിമിഷത്തിലും കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ, വിഷ്ണു 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 എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ആ കംസന്റെ മാറിടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് കംസന്റെ പ്രാണനെ എടുത്തു. കംസൻ അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തു അത്രേ. ഭഗവാനെ മാറിടത്തിൽ ചേർത്ത് വെച്ച് പ്രാണനെ വിട്ടു. സത്യത്തിൽ പരീക്ഷിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, ഹൃദയത്തിൽ ഊട്ടി ഭഗവാനെ നിറച്ച് പ്രാണനെ വേർപെടണം. യോഗീശ്വരന്മാരൊക്കെ തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. ഭയഭക്തി കൊണ്ട് കംസൻ അത് നേടി എന്നാണ് പറയുന്നത്. എപ്പോഴും വിഷ്ണുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട്. പിന്നീട് ഉഗ്രസേന മഹാരാജാവിനെ മോചിപ്പിച്ച ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസം കൊണ്ട് 64 കലകളെയും അഭ്യസിച്ച് മരിച്ചുപോയ ഗുരുവിന്റെ പുത്രനെ തന്നെ ഗുരുവിന് ദക്ഷിണയായി കൊടുത്ത് തിരിച്ചു വന്ന് മധുരാപുരിയിൽ ഉഗ്രസേനെ സഹായിച്ച് വസിക്കുന്ന സമയത്ത് ജരാസന്ധൻ 17 പ്രാവശ്യം യുദ്ധം ചെയ്യാൻ വന്നു. ആ 17 പ്രാവശ്യം ജരാസന്ധനെ വെറുതെ വിട്ട് കൂടെ വന്ന സൈന്യങ്ങളെ മുഴുവൻ അപഹരിച്ച് ഭൂഭാരം മുഴുവൻ തീർത്ത് യമനാസുരനെ വധിച്ച് മുജുകുന്ദന മോക്ഷം കൊടുത്ത് ഭീഷ്മപുത്രിയായ രുക്മിണീദേവി വിവാഹം കഴിച്ച ഭഗവാൻ ദ്വാരകയില് സർവ്വസൗഭാഗ്യങ്ങളോടുകൂടി വസിച്ചതായ കഥയെ പറഞ്ഞപ്പോൾ ആ രുക്മിണീദേവിയെ ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവന്ന് ആ രക്ഷ പ്രതിജ്ഞയായി സ്വീകരിച്ച വിവാഹത്തിന്റെ കഥ നമ്മളിവിടെ ആഘോഷമായി തന്നെ കൊണ്ടാടി. അന്നിവിടെ ദ്വാരകയായി. ഇവിടെ നമ്മൾ കൃഷ്ണൻ രുക്മിണി തമ്മിലുള്ള വിവാഹം വേണ്ട വിധത്തിൽ കണ്ട് കൈകൊട്ടി കളിച്ച് മംഗളമൊക്കെ പാടി അന്ന് മടങ്ങി പിറ്റേ ദിവസം വന്നു. കാലത്ത് തന്നെ നമ്മൾ ഭഗവാന്റെ സെമന്തഗോപാഖ്യാനം കേട്ടു. അതിനെ തുടർന്ന് പ്രദ്യുമ്നാവതാരം കേട്ടു. അതിനുശേഷം ഭഗവാൻ ആടിയതായി ലീലകളിൽ ദന്തവക്രൻ, ശിശുപാലൻ, ദന്തവക്രൻ, പൗണ്ഡ്രകൻ, സാൽവൻ മുതലായിരിക്കുന്ന ആ ദുഷ്ടന്മാരെയൊക്കെ ഭഗവാൻ വധിച്ച് ഭൂഭാരം തീർത്തതും ബലരാമന്റെ തീർത്ഥയാത്രയും വിവിധവധവും യമുനാകർഷണവും മുതലായിരിക്കുന്ന കഥകളൊക്കെ കേട്ട് ദാ ഭഗവാന്റെ അരികത്തേക്ക് സാക്ഷാൽ ശ്രീരാമാവ് അഭിക്രിയുമായി വന്ന കഥ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു. കൃഷ്ണനെ പോലെ കൃഷ്ണന്റെ സമപ്രായക്കാരനായ ആ ശ്രീരാമാവ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് തിരിച്ചറിയും. ആ ശ്രീരാമാവിലേക്കുള്ള യാത്രയാണ് ഭക്തി പരിശീലനം. ആയിട്ടില്ല, ആവാനുള്ള യാത്ര, നിർഗുണ ഭക്തിയിലേക്കുള്ള യാത്ര. ഒന്നും കൊടുക്കാനും എടുക്കാനും ഇല്ലാത്ത ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ ഭാവത്തിലേക്കുള്ള പടിപടിയായുള്ള യാത്രയാണ് ഇത്. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം. ദാസ്യം കഴിഞ്ഞിട്ട് വേണം സഖ്യം. ഈശ്വരനുമായി കൂട്ടുകാരനെ പോലെ എന്തും തുറന്നു പറയുന്ന ആ സൗഹൃദ ഭാവത്തിലേക്ക്, ആ സ്വാതന്ത്ര്യം നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഈശ്വരന് നമ്മളോടും തോന്നണം. ആ തോന്നലിലേക്ക് എത്തിച്ചേരലാണ് വിജയരൂപാഖ്യാനത്തിൽ നമുക്ക് പകർന്നു വന്ന ഭക്തി ദർശനം. തുടർന്ന് നമ്മൾ സന്താനഗോപാലൻ കഥ എന്നിവയൊക്കെ സ്മരിച്ച് ഭഗവാൻ സ്വന്തം കുലത്തെ സംഹരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മശാപത്തെ സങ്കല്പിക്കുകയും ഭഗവാന്റെ പുത്രന്മാരിലൂടെ ഒരു ഇരുമ്പൊലക്കയുടെ രൂപത്തിൽ ബ്രഹ്മശാപം കൂടി ആ ഇരുമ്പൊലക്ക ഇടിച്ചു പിടിച്ച് സമുദ്രത്തിൽ കലക്കി അത് ഏരകപ്പുല്ലുകളായിട്ട് നിന്നു. കാലങ്ങൾക്ക് ശേഷം ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ദേവന്മാര് ഭഗവാന്റെ അരികത്ത് തിരിച്ചു വരേണ്ട സമയമായി എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ സ്വന്തം കുലത്തെ സംഹരിക്കാൻ തീരുമാനിച്ച എല്ലാവരെയും പ്രഭാസ തീർത്ഥത്തിലേക്ക് പറഞ്ഞയച്ചു. ആ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ഏരകപ്പുല്ലുകൾ പരസ്പരം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് സ്വയം ആ കുലം ഭഗവാനാൽ തന്നെ സംഹരിക്കപ്പെട്ടു എന്ന് യദുവിന്റെ സംഹാരം നമ്മൾ കാലത്ത് കേട്ടു. പിന്നെ ഭഗവാൻ അശ്വത്ഥവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ജരയച്ച ആ കൂരമ്പിനെ തന്റെ പാദങ്ങളിലേക്ക് സ്വീകരിച്ച് ആ കാരണത്തെ ഒരു കഥയായി ലോകത്തിന് സ്മരിക്കാൻ
എന്നെന്നും ഓർക്കാൻ ഭാഗവതമായി പകർന്നു കൊടുത്ത് സ്വയം ഭാഗവത സ്വരൂപമായി വിലയം പ്രാപിച്ച സ്വധാമഗമനവും നമ്മുടെ കിട്ടും. ദ്വാരക സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കണ്ടുപോകും. ഭഗവാൻ അധിവസിച്ചിരുന്ന ദ്വാരകയിലെ ആ അന്തഃപുരം ഒരു ശ്രീകോവിലായി. അതിനു മുകളിൽ ഭഗവത്ധ്വജം കാറ്റിൽ പാറിപ്പറന്നു. 12ാമത്തെ സ്കന്ധം ആശ്രയം എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. അത് ആരംഭിച്ചപ്പോൾ വരാൻ പോകുന്ന കാലത്തിലെ രാജാക്കന്മാരെ കുറിച്ചൊക്കെ സൂചിപ്പിച്ച് പിന്നീട് കൽക്കി അവതാരം പറഞ്ഞു. കലികാലത്ത് അധാർമികരെ മുഴുവനും നശിപ്പിക്കാൻ ശമ്പളഗ്രാമമുഖ്യന്റെ പുത്രനായി കൽക്കിയായി ഭഗവാൻ അവതരിക്കുന്നു. അശ്വത്തിന്റെ മുകളിൽ കയറി ആ കൽക്കി പ്രളയകാലത്തിന് മുമ്പേ തന്നെ സർവ്വദുഷ്ടന്മാരെയും നശിപ്പിച്ച് സജ്ജനങ്ങളെ പരിരക്ഷിക്കും. ഈ കലികാലത്തിൽ അവശേഷിക്കുന്ന സജ്ജനങ്ങളാണ് പ്രളയം കഴിഞ്ഞ് ഇനി കൃതയുഗം ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടാം അടുത്ത കൃതയുഗത്തിൽ. അല്ലേ അല്ലേ? സംശയമുണ്ടോ? സംശയിക്കണ്ട. നമ്മളിവിടെ ഒത്തുകൂടിയില്ലേ? ഇത്രയും ദിവസം ഭാഗവതം കേട്ടില്ലേ? നമുക്ക് വീണ്ടും ഇതുപോലെ ഭാഗവതം കേൾക്കാൻ കൃതയുഗാരംഭത്തിൽ ഒരുമിച്ചിരിക്കാം. കൽക്കിയുടെ കൈകളാൽ നമ്മൾ സംഹരിക്കപ്പെടില്ല, നമ്മൾ പരിരക്ഷിക്കപ്പെടും. കാരണം നമ്മളെല്ലാവരും ഭഗവാന്റെ പാദങ്ങളിലാണ് ചേർന്നിരിക്കുന്നത്. അല്ലേ? ഇത് തന്നെയാണ് ഭാഗവതം നമുക്ക് നൽകുന്ന ആത്മാ ബോധം, സൗന്ദര്യം, ശക്തി. 4 വിധ പ്രളയങ്ങളെ കുറിച്ച് വർണ്ണിച്ച് മാർക്കണ്ഡേയന്റെ തപസ്സിനെ കുറിച്ച് വർണ്ണിച്ചു. ആ മാർക്കണ്ഡേയന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായ നരനാരായണന്മാര് വരം കൊടുത്തു. മായയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ആ മായ കാണിച്ചു കൊടുത്തു. മായാസാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും നട്ടം തിരിയുന്ന ആ മാർക്കണ്ഡേയ മഹർഷി പിന്നീട് പ്രാഗുത്തരസ്യാം, ആ പ്രളയജലത്തിന്റെ മധ്യത്തിൽ അരയാലിന്റെ ഒരിടയിൽ പള്ളി കൊള്ളുന്ന ബാലമുകുന്ദ ഭാവത്തെ കണ്ടു. ആനന്ദത്തോടും ആ ബാലമുകുന്ദന്റെ പാതാരവിന്ദങ്ങളിലേക്ക് മാർക്കണ്ഡേയന്റെ കൈകൾ നീങ്ങുമ്പോൾ മായ അപ്രത്യക്ഷമായി. ആ തപസ്ഥാനം വിശ്വോത്തരമായ ഈശ്വരീയ ചൈതന്യത്താൽ പ്രഭാവം തുളുമ്പി നിൽക്കുമ്പോൾ ആ പുണ്യാശ്രമം കാണാൻ മാർക്കണ്ഡേയനെ, ഭാഗവതോത്തമനെ കാണാൻ ലോകമാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ നൽകി. അങ്ങയിലും ഗുരുവായൂരപ്പനിലുള്ള നിതാന്തമായ ഭക്തി അനുഗ്രഹിച്ച് തരൂ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉദാത്തമായിരിക്കുന്നതായ തെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നുകൊണ്ട് ഭാഗവതത്തിന്റെ പരമ്പരയെ ഓർമ്മിപ്പിച്ച് വ്യാസ ശിഷ്യന്മാരിലൂടെ പകർന്നൊഴുകിയ ഭാഗവത പരമ്പര അത് വേദ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതാണ് എന്ന തത്വത്തെ പറഞ്ഞു. പിന്നീട് 11ാമത്തെ അധ്യായം സൂര്യ ആത്മാദികോ ഹരി. ആ ഭഗവാൻ നിത്യവും നമുക്ക് സൂര്യ ഭഗവാനായി ദർശനം തരുന്നു എന്ന തത്വത്തെ വിക്രമാക്കി. ഭഗവാൻ പ്രത്യക്ഷമാണ് എന്ന ദർശനം, ഈശ്വരൻ പ്രത്യക്ഷമാണ് എന്ന ദർശനം, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന ദർശനം വേണ്ടതുപോലെ പകർന്നു തന്ന് ശ്രീമദ് ഭാഗവതം 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലൂടെ ഭാഗവതത്തെ വീണ്ടും വീണ്ടും സ്മരിക്കത്തക്കവണ്ണം സംക്ഷിപ്തമായി എല്ലാ കഥകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തരികയാണ്. ആ സംക്ഷിപ്ത അധ്യായം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വായിക്കും. പുസ്തകം ഇല്ലാത്തവര് ഹൃദി ഭാവയാമി എന്ന എൻ്റെ പുസ്തകമുണ്ടെങ്കിൽ അതെടുത്താൽ അതിൽ സംക്ഷിപ്ത അധ്യായമുണ്ട്. കയ്യിലുള്ളവർക്ക് ആ പുസ്തകം എടുക്കാം. ഇല്ലാത്തവര് 2 or 3 പുസ്തകങ്ങളെ കാണും. വേണ്ടവർക്ക് അതെടുക്കാം. നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഉറക്കം ജപിക്കാം, ഉറക്കം വായിക്കാം. ഈ സംക്ഷിപ്താധ്യായം സമർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ പാതാരങ്ങളിലേക്ക് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം